നമ്മൾ സാധാരണ സായി ഭക്തന്മാരെ എല്ലാവരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്നാണ് ആദ്യമായിട്ട് പുട്ടപർത്തിയിൽ പോയത്? എത്ര കൊല്ലമായി പുട്ടപർത്തിയിൽ വരാൻ തുടങ്ങിയിട്ടെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, ഓരോരുത്തരോടും ചോദിക്കാറുണ്ട്. സത്യത്തിൽ ആരെങ്കിലും പുതിയതായിട്ട് ഭഗവാന്റെ അടുത്ത് വരുന്നുണ്ടോ? ഒരു ഓണത്തിന് ഒരു ലേഡി സിംഗർ പുട്ടപർത്തിയിൽ വന്നു. അപ്പോൾ സ്വാമി ചോദിച്ചു, ആരാണ് മ്യൂസീഷ്യൻ, ആരാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാൻ പുതിയൊരു ആദ്യമായിട്ട് അവർ വരികയാണ്, പുതിയ സിംഗറാണ് സ്വാമി എന്ന് പറഞ്ഞു. സ്വാമിയുടെ കൂടെ അങ്ങനെ നടന്ന് ഡൈസിൽ വന്ന സമയത്ത് ഈ പാട്ടുകാരി അവിടെ ഇരിക്കുന്നുണ്ട്. പാട്ടുകാരിയെ കണ്ടപ്പോൾ സ്വാമി തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇവർ പുതിയ സിംഗർ അല്ലല്ലോ, പഴയ സിംഗറാണെന്ന് പറഞ്ഞു. പഴയ സിംഗറാണ്, പുതിയ സിംഗറല്ല. കാരണം അവരുടെ പൂജാമുറിയിൽ നിന്ന് പാടുന്നത് സ്വാമിയുടെ മുമ്പിലല്ലേ പാടുന്നത്. അവർ ഈശ്വരൻ്റെ മുമ്പിൽ ഇപ്പോൾ അതെല്ലാം സ്വാമിയല്ലേ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, എനിക്കാരും പുതിയതല്ല. സ്വാമിയൊക്കെ പറഞ്ഞു, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ദർശനം തരാനായിട്ട് വരണ സമയത്ത് നിന്നെ ഞാൻ കാണുമ്പോൾ നീ കല്ലായിരുന്ന സമയത്ത്, ഭഗവാൻ പറഞ്ഞ കല്ലായിരുന്ന സമയത്ത്, ചെടിയായിരുന്ന സമയത്ത്, മൃഗമായിരുന്ന സമയത്ത്, മനുഷ്യജന്മങ്ങളെല്ലാം നിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് എൻ്റെ മുമ്പിൽ അതെല്ലാം വരുന്നുണ്ട് എന്ന് പറയുകയാണ്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും വേണ്ട, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാൻ കല്ലായിരുന്ന കാലത്ത്, ചെടിയായിരുന്ന കാലത്ത്, മൃഗമായിരുന്ന കാലത്ത്, മനുഷ്യനായിട്ടുള്ള എല്ലാ ജന്മങ്ങളും ഭഗവാന്റെ മുമ്പിൽ വരികയാണ്. അതുകൊണ്ട് ആരും ഭഗവാന് പുതിയതല്ല. നമ്മൾ എന്നുതൊട്ടാ പുട്ടപർത്തിയെ വരുന്നത് ആ ചോദിക്കുന്നതിലുള്ള അർത്ഥമല്ല. കാരണം നമ്മളെല്ലാവരും പഴയ ആളുകളാണ്. ഷിർഡി സായി സച്ചരത്തിൽ ശ്യാമയോട് ഷിർഡിബാബു പറയുന്നൊരു കാര്യമുണ്ട്. കവളത്തൊന്ന് പതുക്കെ നുള്ളിയപ്പോൾ ശ്യാമ തമാശയിൽ പറയും, നുള്ളുന്ന ഭഗവാനെ ഞങ്ങൾക്ക് വേണ്ട, ജിലേബി മധുരപലഹാരങ്ങളൊക്കെ തരണ ഭഗവാനെ മതി. ഷിർഡിബാബ ശ്യാമോട് പറയുന്നുണ്ട്, ശ്യാമ 72 ജന്മങ്ങളായിട്ട് നീ എൻ്റെ കൂടെയുണ്ട്, ഒന്ന് നുള്ളിയപ്പോഴേക്കും നിനക്ക് വിഷമമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷിർഡി സായി സച്ചരത്തിൻ്റെ അവസാന ഭാഗത്ത് ദുരന്തർ സഹോദരന്മാരോട് ദർശനത്തിന് വന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ ഷിർഡിബാബ പറയുന്നുണ്ട്, കഴിഞ്ഞ 60 ജന്മങ്ങളായിട്ട് നിങ്ങൾ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മൾ ആരും ഭഗവാന് പുതിയതല്ല. ഈ ജന്മത്തിലല്ല നമ്മൾ സ്വാമിയുടെ കൂടെ വന്നത്. എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ഭഗവാന്റെ തൃപ്പാദത്തിലാണ്. ഏതെല്ലാം രൂപത്തിൽ നമ്മൾ ഭഗവാന്റെ ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. കാരണം അവതാരപുരുഷനെ കാണാനും തൊടാനും സംസാരിക്കാനും അവതാരപുരുഷൻ്റെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം.